iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ UGC നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? The gaps between section of myelin is called ഓപ്ഷൻ 1 എന്താണ്? മൈലിൻ ഷെത്ത്, 2 ആക്സോൺ ഹില്ലോക്ക്, 3 ഡെൻഡ്രൈറ്റ്സ് ആൻഡ് 4 നോട്ട്സ് ഓഫ് എറൻവീർ. ഏതായിരുന്നു? ഗ്യാപ്സ്, നമ്മുടെ ആക്സോണിലുള്ള ഗ്യാപ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആക്സോൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൈലിൻ ഷീറ്റ്സുകൾ ഉണ്ട്. ഈ മൈലിൻ ഷീറ്റുകളുടെ ഇടയ്ക്കുള്ള ഈ ഒരു ഗ്യാപ്സിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? യെസ്, ഇറ്റ്സ് നോട്ട്സ് ഓഫ് റെൻവീർ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം നമ്മുടെ ന്യൂറോണിൽ സപ്പോർട്ടിംഗ് സെൽസ് ഉണ്ട്. അപ്പോൾ ഈ സപ്പോർട്ടിംഗ് സെൽസുകളിൽ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സപ്പോർട്ടിംഗ് സെല്ലുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്ത് നമ്മുടെ ആക്സോണിന് വേണ്ട ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക, വേണ്ട സ്ട്രക്ചറൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെ ഇതെല്ലാം ചെയ്യുന്ന ആരാണ്? നമ്മുടെ മൈലിൻ ഷീത്താണ്. അത് ആരാണ് ജനറേറ്റ് ചെയ്യുന്നത്? ഒളിഗോഡെൻഡ്രോസൈറ്റ് വിച്ച് ഇസ് എ സപ്പോർട്ടിംഗ് സെൽ. ദെൻ ആക്സോൺ ഹില്ലോക്ക് എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു ന്യൂറോൺ വരയ്ക്കുകയാണെങ്കിൽ ആ ന്യൂറോണിൻ്റെ ഒരു സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്? ആക്സോൺ ഹില്ലോക്ക് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു ന്യൂറോൺ വരയ്ക്കാന്നിരിക്കട്ടെ. എൻ്റെ ഫിഗർ അത്ര നല്ലതായിരിക്കില്ല, എന്നാലും പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു ന്യൂറോൺ ഉണ്ടെന്നിരിക്കട്ടെ. ഈ ന്യൂറോണിൽ ഒരു കഴുത്തുപോലെ ഇങ്ങനൊരു ഭാഗം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ വരുന്ന ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആക്സോൺ ഹില്ലോക്കാണ്. അതായത് ഒരു ആക്സോണിലേക്ക് പോകുന്ന ആ ഒരു എലോങ്ങേറ്റഡ് ഏരിയ ഉണ്ട്. എക്സാക്ട്ലി ഇത് എവിടെ ആയിട്ടൊക്കെ വരും. ഇങ്ങനെ ഒരു കഴുത്ത് പോലൊരു ഭാഗമാണ് ഇത്. നമ്മുടെ വരുന്ന ആക്ഷൻ പൊട്ടൻഷ്യലുകളുടെ സ്ട്രെങ്ത് കൂട്ടാൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് കൂട്ടാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ആക്സോൺ ഹില്ലോക്കാണ്. ദെൻ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇങ്ങനെ ഇലോങ്ങേറ്റഡ് ആയിട്ട് കാണുന്ന ഡെൻഡ്രൈറ്റ്സ് ആണ് അടുത്ത ന്യൂറോണുകളിൽ നിന്നും ഇൻഫർമേഷൻസ് ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നത് ഡെൻഡ്രൈറ്റ്സ് ആണ്. പിന്നെ ഉള്ളത് നോട്ട്സ് ഓഫ് റെൻവീർ ആണ്. ദാറ്റ് ഈസ് ദ ഗ്യാപ്പ്. അതല്ലേ നമ്മൾ പഠിച്ചു. ഈ ആക്സോണിന്റെ ഇടയ്ക്ക് ഈ പറയുന്ന മൈലിൻ ഷീറ്റുകളുടെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഈ ഒരു ഗ്യാപ്സ് ആണ് നോഡ് ഓഫ് റെൻവീർ എന്ന് പറയുന്നത്. സാൾട്ടേറ്ററി കണ്ടക്ഷൻ ആണ് ഇവർ ഹെൽപ്പ് ചെയ്യുക. അതായത് വരുന്ന ഇമ്പൾസുകൾ ഇങ്ങനെ ചാടിയാണ് പോകുന്നത്. ദാറ്റ് ഈസ് സാൾട്ടേറ്ററി കണ്ടക്ഷൻ. അപ്പോൾ സാൾട്ടേറ്ററി കണ്ടക്ഷന് സഹായിക്കുന്നതാണ് നോഡ് ഓഫ് റെൻവീർ എന്ന് ഓർക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് നോക്കുക. ഗ്യാപ്സ് ഇൻ മൈലിൻ അലോ സാൾട്ടേറ്ററി കണ്ടക്ഷൻ. സാൾട്ടേറ്ററി കണ്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന നോട്ട്സ് ഓഫ് റെൻവീർ ഉള്ളത്. മൈലിൻ ഷീറ്റ് എന്ന് പറയുന്ന ഇൻസുലേഷൻ ആണ്. ആക്സോൺ ഹില്ലോക്ക് എന്ന് പറയുന്നത് ഇമ്പൾസുകളുടെ മാഗ്നിറ്റ്യൂഡ് കൂട്ടി അത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടൊക്കെ നമുക്ക് ആക്സോൺ ഹില്ലോക്കിനെ പറയാം. ദെൻ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ന്യൂറോൺസുകളിൽ നിന്നും ഇൻഫർമേഷൻസ് ക്യാരി ചെയ്യുന്നതാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തതൊരു തെറാപ്പി ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അബ്നോർമൽ സൈക്കോളജി തെറാപ്യൂട്ടിക് ഇന്റർവെൻഷനിൽ നിന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. എന്താണ്? ലിസ്റ്റ് എയിൽ നോക്കാം. ഡയലക്റ്റിക് ബിഹേവിയറൽ തെറാപ്പി, ബി റിയാലിറ്റി തെറാപ്പി, സി എക്സിസ്റ്റൻഷ്യൽ സൈക്കോതെറാപ്പി ആൻഡ് ഡി സൊല്യൂഷൻ ഫോക്കസ്ഡ് തെറാപ്പി. അപ്പം ഇതിൽ നമ്മൾ കണക്ട് ചെയ്യുക ഗ്ലേസിയർ, കിക്കിഗാർഡ്, മാർഷാലിംഗൻ ആൻഡ് ഷാസർ. അപ്പോൾ ഇതിൽ ഡയലക്റ്റിക് ബിഹേവിയറൽ തെറാപ്പി, റിയാലിറ്റി തെറാപ്പി, എക്സിസ്റ്റൻഷ്യൽ സൈക്കോതെറാപ്പി, സൊല്യൂഷൻ ഫോക്കസ്ഡ് തെറാപ്പി. നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് മാച്ച് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉത്തരം വരിക? A3, B1, C2, D4. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ഓപ്ഷൻസും നോക്കാം. DBT ഡയലക്റ്റിക് ബിഹേവിയറൽ തെറാപ്പി കൊണ്ടുവന്നത് മാർഷാലിംഗൻ ആണ്. ബേസിക്കലി ഡയലക്റ്റിക് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്നത് ഇമോഷൻ റെഗുലേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. നമ്മളുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ, നമ്മുടെ ഇമോഷണൽ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ. നമുക്കറിയാം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഗോൾഡൻ ട്രീറ്റ്മെൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ പറയുന്ന ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ട്രീറ്റ്മെൻറ്റുകൾക്ക്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഏറ്റവും ഗോൾഡൻ ആയിട്ട് നമ്മൾ
കൊടുക്കുന്ന ഒരു തെറാപ്യൂട്ടിക് ടെക്നിക്കാണ് DBT എന്ന് പറയുന്നത്. റിയാലിറ്റി തെറാപ്പി കൊണ്ടുവന്നത് വില്യം ഗ്ലേസിയർ ആണ്. അതിൽ നമ്മുടെ ചോയ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ചോയ്സ് ആണ് അവരുടെ ഫ്രീഡം, ആ ഫ്രീഡം ആണ് അവരുടെ റെസ്പോൺസിബിലിറ്റി. അതായത് വി ആർ റെസ്പോൺസിബിൾ ഫോർ അവർ ഓൺ ആക്ഷൻ എന്ന് പറയുന്നതാണ് റിയാലിറ്റി തെറാപ്പി ബൈ വില്യം ഗ്ലേസിയർ. അപ്പോൾ വില്യം ഗ്ലേസിയറിൻ്റെ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ചോയ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ എക്സിസ്റ്റൻഷ്യലിസം കൊണ്ടുവന്നത് സൊറൻ കിക്കാർഡാണ്. മീനിങ്, എക്സിസ്റ്റൻസ്, ഫ്രീഡം, ഡെത്ത് പോലത്തെ കോൺസെപ്റ്റുകളൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ളത് എക്സിസ്റ്റൻഷ്യൽ തെറാപ്പിയാണ്. ദെൻ സൊല്യൂഷൻ ഫോക്കസ്ഡ് എന്ന് പറയുന്നത് സ്റ്റീവ് ഡി ഷാസർ. അതായത് സൊല്യൂഷൻ ഫോക്കസ്ഡ് തെറാപ്പി സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത് പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം സൊല്യൂഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു തെറാപ്യൂട്ടിക് ടെക്നിക്കാണ് സൊല്യൂഷൻ ഫോക്കസ്ഡ് എന്ന് പറയുന്ന ഈ ഒരു തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ DBT കൊണ്ടുവന്നത് മാർഷ ലിങ്കൻ ആണ്. റിയാലിറ്റി തെറാപ്പി കൊണ്ടുവന്നത് വില്യം ഗ്ലേസിയർ ആണ്. എക്സിസ്റ്റൻഷ്യൽ കൊണ്ടുവന്നത് സൊറൻ കിക്കിഗാർഡ് ആണ്. സൊല്യൂഷൻ ഫോക്കസ്ഡ് കൊണ്ടുവന്നത് സ്റ്റീവ് ഡി ഷാസർ ആണ്. ഓക്കെ, ഫൈൻ. അടുത്തതിലേക്ക് പോവാം. 57ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? തരുൺ വർക്കിംഗ് ആസ് എ സെർവർ ഇൻ എ റീറ്റെയിൽ ഔട്ട്ലെറ്റ് flirts with the customer. Which of the following present consistency domain of covariation theory? അതായത് തരുൺ ഒരു റീറ്റെയിൽ ഷോപ്പിൽ ഔട്ട്ലെറ്റിൽ വർക്ക് ചെയ്യാണ്. എന്ത് ചെയ്യും? ഫ്ലിറ്റർ ഭയങ്കരമായിട്ട് കസ്റ്റമറോടുകൂടെയൊക്കെ ഭയങ്കര മോശം ബിഹേവിയർ ആണ് അല്ലേ? വെറുതെ വരുന്ന കസ്റ്റമേഴ്സിനോടൊക്കെ ഭയങ്കരമായിട്ട് മോശം ബിഹേവിയർ ഉള്ള ഒരാളാണ് തരുൺ എന്ന് പറയുന്നത്. ഇതിലേതാണ് കോവേരിയേഷൻ തിയറിയിലെ കൺസിസ്റ്റൻസി കാണിക്കുന്നത്? ഞാൻ നിങ്ങളടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഇതേ തിയറി ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി തന്നെ വരുന്നുണ്ട്. അപ്പോൾ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ ജോലി ചെയ്യുന്ന തരുൺ കസ്റ്റമറോടുകളെല്ലാം മോശം പെരുമാറ്റമാണ്. ആൻഡ് ഇതിലേതാണ് കൺസിസ്റ്റൻസി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഏതായിരിക്കും? ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മെനി അതർ സെർവേഴ്സ് ഇൻ ദ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഓൾസോ ഫിൽറ്റർ വിത്ത് ദ കസ്റ്റമർ. ഫ്ലേർട്ട് വിത്ത് ദ കസ്റ്റമർ. ഫ്ലിർട്ടർ അല്ല, ഫ്ലേർട്ട് എന്നുള്ളതാണ്. ഫ്ലേർട്ട് വിത്ത് ദ കസ്റ്റമേഴ്സ്. തരുൺ ഫ്ലേർട്സ് വിത്ത് ദിസ് കസ്റ്റമേഴ്സ് അറ്റ് അതർ ടൈംസ്. തരുൺ ഡസ് നോട്ട് ഫ്ലിർട്ടർ വിത്ത് അതർ കസ്റ്റമേഴ്സ്. നോ അതർ സെർവേഴ്സ് ഫിൽറ്റർ വിത്ത് ദ അതർ കസ്റ്റമർ. ഇപ്പം ഏതായിരിക്കും ഇതിൽ കൺസിസ്റ്റൻസി പറയുന്നത്? ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കോവേരിയേഷൻ തിയറിയിൽ നിൽക്കുന്നതാണ്. ഇപ്പം ഈ പറയുന്ന കസ്റ്റമേഴ്സിനോടൊക്കെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന തരുണിൻ്റെ സ്വഭാവം കോവേരിയേഷൻ മോഡലിൽ ഏതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് സെയിം ബിഹേവിയർ ഓവർ ടൈം എന്നുള്ളതാണ്. അതായത് എപ്പോഴും ഒരേ ബിഹേവിയർ ആണ്. സെയിം ബിഹേവിയർ ഓവർ ടൈം, എപ്പോഴും ഒരേ ബിഹേവിയർ. ദെൻ കൺസൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതർ ബിഹേവ്സ് സെയിം. മറ്റുള്ളവർ ഒരേപോലെ ബിഹേവ് ചെയ്താൽ ദാറ്റ് ഈസ് കൺസൈൻസ്. ദെൻ ഡിസ്റ്റിങ്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ ബിഹേവിയർ ലിമിറ്റഡ് ടു വൺ സിറ്റുവേഷൻ. അതായത് ഒരു ബിഹേവിയർ ഒരു സിറ്റുവേഷനിൽ മാത്രമേ കാണിക്കുള്ളൂ. ക്ലിയർ ആയോ? ഈ ഒരു 3 കോൺസെപ്റ്റ് മനസ്സിലാക്കുക. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ. ഇപ്പം തരുൺ എന്ത് ചെയ്യും? എല്ലാ സമയത്തും ഔട്ട്ലെറ്റിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് എന്ത് ചെയ്യും? ഇങ്ങനെ വെറുതെ മോശം ബിഹേവിയർ കാണിക്കുകയാണ്. ദെൻ കൺസൈൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതർ ബിഹേവ് സെയിം എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർ ബിഹേവ് ചെയ്യുന്നത്. ഡിസ്റ്റിങ്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ ബിഹേവിയർ ഈസ് ലിമിറ്റഡ് ടു വൺ സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷനിലേക്ക് ലിമിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഏതായിരിക്കും? മെനി അതർ സെർവേഴ്സ് ഇൻ ദ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഓൾസോ ഫിൽറ്റർ വിത്ത് ദ കസ്റ്റമേഴ്സ്. അതാണ് ഫ്ലേർട്ട് വിത്ത് ദ കസ്റ്റമേഴ്സ്. മെനി അതർ സെർവേഴ്സ് ഇൻ ദ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഓൾസോ ഫ്ലേർട്ട് വിത്ത് ദ കസ്റ്റമേഴ്സ്. അത് ഏതാണ്? നമുക്ക് ഒന്നും കൂടി നോക്കിയാൽ ഇറ്റ്സ് കൺസൈൻസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ തരുൺ ഫ്ലിർട്ട് വിത്ത് ദിസ് കസ്റ്റമേഴ്സ് അറ്റ് അതർ ടൈംസ്. മറ്റ് സമയത്തും കസ്റ്റമേഴ്സിനോട് മോശമായി പെരുമാറാറുണ്ട്. അതാണോ ഉത്തരം? നമുക്കതൊന്നുകൂടെ നിർത്താം. തരുൺ ഡസ് നോട്ട് ഫ്ലേർട്ട് വിത്ത് അതർ കസ്റ്റമേഴ്സ്. മറ്റുള്ളവരോട് എന്ത് ചെയ്യാറില്ല? ഫ്ലേർട്ട് ചെയ്യാറില്ല. അപ്പോൾ അതല്ല നമുക്ക് ഏകദേശം ഉറപ്പാണ്. 4ാമത്തതോ നോ അതർ സെർവേഴ്സ് ഫ്ലേർട്ട് വിത്ത് ദ കസ്റ്റമേഴ്സ്. മറ്റുള്ളവർ ഫ്ലേർട്ട് ചെയ്യാറില്ല. അപ്പോൾ ഏതായിരിക്കും ഉത്തരം? ദ ആൻസർ ഈസ് ഓപ്ഷൻ, നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. ഓപ്ഷൻ 2 ആണ് എന്ത് ചെയ്യുക? ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക. തരുൺ ഫ്ലിറ്റേഴ്സ്
ഫ്ലേർട്സ് വിത്ത് ദിസ് കസ്റ്റമേഴ്സ് അറ്റ് അതർ ടൈംസ്. ഫ്ലേർട്സ് ആണ് കേട്ടോ, ഞാൻ പ്രൊനൗൺസ് ചെയ്ത ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് ഫ്ലേർട്സ് ആണ്. തരുൺ ഫ്ലേർട്സ് വിത്ത് ദിസ് കസ്റ്റമർ അറ്റ് അതർ ടൈംസ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് അപ്പാർട്ട് ഫ്രം ദ വേർഡ്സ് ആൻഡ് സ്പെല്ലിംഗ്, പ്രൊനൗൺസിയേഷൻ, എവറിത്തിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോവേരിയേഷൻ മോഡലിലെ 3 കോൺസെപ്റ്റ് എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് കൺസിസ്റ്റൻസി, കൺസൈൻസ് ആൻഡ് ഡിസ്റ്റൻറ്റീവ്നെസ്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് സെയിം ബിഹേവിയർ ഓവർ ടൈം, ഒരേ ബിഹേവിയർ പല സമയത്ത് സെയിം ബിഹേവിയർ ആണ് പല സമയത്തും കാണിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കൺസിസ്റ്റൻസി. കൺസൈൻസ് എന്ന് പറയുന്നത് അതേഴ്സ് ബിഹേവ് സെയിം, മറ്റുള്ളവർ ഒരേപോലെ ബിഹേവ് ചെയ്യുന്നതാണ് കൺസൈൻസ്. ഡിസ്റ്റൻറ്റീവ്നെസ് എന്ന് പറയുമ്പോൾ ബിഹേവിയർ ലിമിറ്റഡ് ടു വൺ സിറ്റുവേഷൻ. അപ്പാർട്ട് ഫ്രം ദ വേർഡ്സ്, പ്രൊനൗൺസിയേഷൻ, എവറിത്തിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു 3 കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഫൈനാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 58ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ 4 സ്കിൽസ് ഓഫ് ഡയലക്റ്റിക് ബിഹേവിയറൽ തെറാപ്പി? നമ്മൾ കുറച്ച് മുന്നേ ഡയലക്റ്റിക് ബിഹേവിയറൽ തെറാപ്പി കൊണ്ടുവന്നത് ആരാന്ന് ഡിസ്കസ് ചെയ്തു. ഇതിലേതാണ് ഡയലക്റ്റിക് ബിഹേവിയറൽ തെറാപ്പിയിൽ ഇല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഫസ്റ്റ് എന്ന് പറയുന്നത് കോർ മൈൻഡ്ഫുൾനെസ് സ്കിൽസ്, 2 ഇമോഷണൽ റെഗുലേഷൻസ്, 3 ഇൻട്രാ പേഴ്സണൽ എഫക്റ്റീവ്നെസ് സ്കിൽ ആൻഡ് 4 ഡിസ്ട്രസ് ടോളറൻസ്. നമുക്കറിയാം DBT എന്ന് പറയുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് ആണ് DBT. അപ്പോൾ ഇതിൽ ഏതാണ് DBTയിൽ ഇല്ലാത്തത്? അതായത് DBTയുടെ കോർ പ്രിൻസിപ്പിൾസിൽ ഇല്ലാത്തത്, അല്ലെങ്കിൽ കോറായിട്ട് നിൽക്കുന്ന 4 സ്കിൽസ് ഉണ്ട് എവിടെ? DBTയിൽ. ആ 4ൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ദ ആൻസർ ഈസ് ഓപ്ഷൻ 3, ഇൻട്രാ പേഴ്സണൽ എഫക്റ്റീവ്നെസ്. അപ്പോൾ DBT എന്ന് പറയുന്നത് 4 സ്കിൽസ് ആണുള്ളത്: മൈൻഡ്ഫുൾനെസ്, ഇമോഷണൽ റെഗുലേഷൻ, ഡിസ്ട്രസ് ടോളറൻസ്, ഇന്റർപേഴ്സണൽ എഫക്റ്റീവ്നെസ്. അപ്പോൾ ഈ 4 എണ്ണമാണ് ഉള്ളത്. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരുന്ന ഏതാണ്? ഇൻട്രാ പേഴ്സണൽ ആണ്. ഇറ്റ്സ് നോട്ട് ഇൻട്രാ പേഴ്സണൽ, ഇറ്റ് ഈസ് ഇന്റർപേഴ്സണൽ. അപ്പോൾ ഏതൊക്കെയാണ്? മൈൻഡ്ഫുൾനെസ് ഉണ്ട്, ഇമോഷൻ റെഗുലേഷൻ ഉണ്ട്, ഡിസ്ട്രസ് ടോളറൻസ് ഉണ്ട്, ദാൻ നോട്ട് ഇൻട്രാ പേഴ്സണൽ, ഇറ്റ് ഈസ് ഇന്റർപേഴ്സണൽ. ഈ 4 എണ്ണം കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. ഈ 4 എണ്ണമാണ് DBTയിലെ കോർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അറേഞ്ച് ദ കോൾബർഗ് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ. ഇതിൽ കോൾബർഗിന്റെ സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെന്റിലുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റൽ റിലേഷനലിസം ഓറിയന്റേഷൻ, ഇന്റർപേഴ്സണൽ കോൺകോർഡൻസ് ഓറിയന്റേഷൻ, പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ, ലോ ആൻഡ് ഓർഡർ ഓറിയന്റേഷൻ, സോഷ്യൽ കോൺട്രാക്ട്, ലീഗലിസ്റ്റിക് ഓറിയന്റേഷൻ. ഇത് ബേസിക്കലി സ്റ്റേജസ് ആണ് തന്നേക്കുന്നത്. നമുക്കറിയാം കോൾബർഗിന്റെ സ്റ്റേജസ് നമുക്ക് നോക്കിയിട്ട് വന്ന് ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ലെവൽസ് ആൻഡ് സ്റ്റേജസ് നമുക്കറിയാം 3 ലെവൽസിനകത്തായിട്ട് 6 സ്റ്റേജസ് ആണ് വരുന്നത് അല്ലേ? 3 ലെവൽസ് ആണുള്ളത്. 1 പ്രീ കൺവെൻഷണൽ, 2 കൺവെൻഷണൽ ആൻഡ് 3 പോസ്റ്റ് കൺവെൻഷണൽ. അപ്പോൾ 3 ലെവൽസ് ഏതൊക്കെയാണ്? പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ. അതിൽ പ്രീ കൺവെൻഷണലിനകത്ത് 2 എണ്ണം, ദറ്റ് ഈസ് ഒബീഡിയൻസ്, പണിഷ്മെന്റ് അവോയ്ഡൻസ്. ഒബീഡിയൻസ് എന്ന് പറയുന്നത് എന്താണ്? കുട്ടികൾക്ക് കുഞ്ഞായിരിക്കുന്ന സമയത്ത് പാരൻസിന്റെ നല്ലത് കേൾക്കാനും അവരിൽ നിന്നും പണിഷ്മെന്റ് കിട്ടാതിരിക്കാനുമാണ് കുഞ്ഞുങ്ങൾ നോക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഒബീഡിയൻസ് ആണ് ഇവിടെ വരുന്നത്, പ്രീ കൺവെൻഷനിൽ 1ാമതായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഒബീഡിയൻസ് എവിടെയാണ് ഉണ്ടായിരുന്നത് നോക്കാം. ഒബീഡിയൻസ് ഉണ്ടോ? ദാറ്റ് ഈസ് പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ. അപ്പോൾ C ആണ് 1ാമത് വരുന്നത്. നമുക്ക് എന്ത് ചെയ്തു? ഉറപ്പായി. അപ്പോൾ ഓർക്കേണ്ടത് പ്രീ കൺവെൻഷണൽ എന്ന് പറയുന്നതിനകത്ത് 2 എണ്ണം. ഒന്നെന്ന് പറയുന്നത് ഒബീഡിയൻസ് ആണ്, ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ് ഓറിയന്റേഷൻ. 2ാമത് ഇൻസ്ട്രുമെന്റൽ. ഇൻസ്ട്രുമെന്റൽ എന്ന് പറയുമ്പോൾ സെൽഫ് ഇൻട്രസ്റ്റ് ആണ്. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, ദാറ്റ് ഈസ് ഇൻസ്ട്രുമെന്റൽ. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ്, ദ സെക്കൻഡ് വൺ ഈസ് ഇൻസ്ട്രുമെന്റൽ അല്ലെങ്കിൽ സെൽഫ് ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ളത്. എനിക്കിത് ഇൻട്രസ്റ്റ് ഉണ്ട്, സോ ഐ ആം ഡൂയിങ് ദാറ്റ്. എനിക്കിത് ഇൻട്രസ്റ്റ്, സോ ഐ ആം നോട്ട് ഡൂയിങ് ദാറ്റ്. ആ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഒബീഡിയൻസ് ആൻഡ് ഇൻസ്ട്രുമെന്റൽ, ദാറ്റ് ഈസ് പ്രീ കൺവെൻഷണൽ. ദെൻ കൺവെൻഷനിലേക്ക് വരുമ്പോൾ എന്താണ്? ഇന്റർപേഴ്സണൽ. മറ്റുള്ളവരെന്ത് വിചാരിക്കും? ആ ഒരു സാധനം. ദെൻ ലോ ആൻഡ് ഓർഡർ ആണ് കൺവെൻഷണൽ. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കി നോക്കാം. ഏതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്? പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ ഇസ് ദ ഫസ്റ്റ് വൺ. ദെൻ അടുത്ത് നമ്മൾ പറഞ്ഞതാണ് ഇൻസ്ട്രുമെന്റ് റിലേഷൻസ് ഓറിയന്റേഷൻ അല്ലേ? ഇൻസ്ട്രുമെന്റ് റിലേഷനലിസം ഓറിയന്റേഷൻ.
ദെൻ ഡി ലോ ആൻഡ് ഓർഡർ. അപ്പം തന്നെ ഏകദേശം ഉത്തരമായല്ലേ. SCAD അങ്ങനെയാണോ നോക്കാം. SCABD എന്നാണ് വരിക. അപ്പോൾ ഒന്നും കൂടി നോക്കി നോക്കാം. പ്രീ കൺവെൻഷനിൽ വരുന്ന ഏതൊക്കെയായിരുന്നു? ഒബീഡിയൻസ്, ഇൻസ്ട്രുമെന്റൽ. കൺവെൻഷനിൽ വരുമ്പോൾ ഇന്റർപേഴ്സണൽ, ലോ ആൻഡ് ഓർഡർ. ദെൻ പോസ്റ്റ് കൺവെൻഷനിൽ വരുമ്പോൾ സോഷ്യൽ കോൺട്രാക്ട് ആൻഡ് യൂണിവേഴ്സൽ എത്തിക്സ്. സോഷ്യൽ കോൺട്രാക്റ്റിലൊക്കെ സിംപിളി മനസ്സിലാക്കേണ്ടത് സൊസൈറ്റിക്ക് എങ്ങനെ ഉണ്ടാവുന്നു, നമ്മൾക്കത് മാനിപ്പുലേറ്റ് ചെയ്യാം. നമ്മുടെ ലോ ആൻഡ് ഓർഡർ ഒക്കെ നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരു കോൺസെപ്റ്റാണ് സോഷ്യൽ കോൺട്രാക്റ്റിൽ വരുന്നത്. യൂണിവേഴ്സൽ എത്തിക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മൊറാലിറ്റി ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ഒരു ഒരു ഫ്ലോ ചാർട്ട് ഓർത്ത് വെക്കുക. പണിഷ്, ബെനിഫിറ്റ്, പ്ലീസ്, ഓർഡർ, സൊസൈറ്റി. ആദ്യം നമ്മൾ പണിഷ്മെന്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചെയ്യും. രണ്ടാമത് നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ ചെയ്യും. 3 പ്ലീസ് ചെയ്യാൻ വേണ്ടി ചെയ്യും, ലൈക്ക് ഇന്റർപേഴ്സണൽ. ദെൻ ഫൈനലി ഓർഡർ, ലോ ആൻഡ് ഓർഡറിൽ ഫോക്കസ് ചെയ്യും. പിന്നെ നമ്മൾ മനസ്സിലാവും നമ്മുടെ സൊസൈറ്റിക്ക് അനുസരിച്ച് നമുക്ക് മാറ്റാം. ദാറ്റ് ഈസ് പണിഷ്, ബെനിഫിറ്റ്, പ്ലീസ്, ഓർഡർ ആൻഡ് സൊസൈറ്റി. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. പ്രീ കൺവെൻഷനിൽ വരുമ്പോൾ ഒബീഡിയൻസ്, ഇൻസ്ട്രുമെന്റൽ. കൺവെൻഷനിൽ വരുമ്പോൾ ഇന്റർപേഴ്സണൽ, ലോ ആൻഡ് ഓർഡർ. ദെൻ പോസ്റ്റ് കൺവെൻഷനിൽ വരുമ്പോൾ സോഷ്യൽ കോൺട്രാക്ട്, യൂണിവേഴ്സൽ, എത്തിക്കൽ, പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ ഒരു 3 ലെവൽസിലായിട്ട് 6ഓളം സ്റ്റേജസ് ആണ് ഇവിടെ വരുന്നത്. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ, കോൾബർഗിന്റെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് CABDE എന്നുള്ളതാണ് ഉത്തരം വരിക. C ഈസ് പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ, ഇൻസ്ട്രുമെന്റൽ റിലേഷനിസം ഓറിയന്റേഷൻ. B വരുന്നത് ഇന്റർപേഴ്സണൽ കോൺകോർഡൻസ് ഓറിയന്റേഷൻ. D വരുന്നത് ലോ ആൻഡ് ഓർഡർ. ആൻഡ് ഫൈനലി ഈ സോഷ്യൽ കോൺട്രാക്ട്, ലീഗലിസ്റ്റിക് ഓറിയന്റേഷൻ. അപ്പോൾ ഇതാണ് 59ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഈ ഓർഡേഴ്സ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്, പല എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ 60ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which is not the core conditions of effective counseling. Effective counselingൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് കോർ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? റിഫ്ലക്ഷൻ, എമ്പതി, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ആൻഡ് കോൺഗ്രുവൻസ്. നമുക്കറിയാം ഇവിടെ ചോദിച്ചിരിക്കുന്നത് കാൾ റോഗേഴ്സിന്റെ പേഴ്സൺ സെന്റേർഡ് തെറാപ്പി അല്ലെങ്കിൽ ക്ലയന്റ് സെന്റേർഡ് തെറാപ്പി എന്ന് പറയുന്നതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതാണ് ആ കോർ കണ്ടീഷൻ അല്ലാത്തത്? നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളതാണ്. ദ കോർ കണ്ടീഷൻസിൽ 1 എമ്പത്തിയാണ്, 2 അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ആണ്, 3 കോൺഗ്രുവൻസ് ആണ്. അപ്പൊ ആൻസർ ഏതാണ്? നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് റിഫ്ലക്ഷൻ. ഇതൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമില്ലാത്തതാണ്. നമുക്കറിയാം കാൾ റോഗേഴ്സിന്റെ പേഴ്സൺ സെന്റേർഡ് തെറാപ്പിയിലെ ഏറ്റവും കോറായിട്ടുള്ള 3 കണ്ടീഷൻസ് എമ്പത്തി, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, കോൺഗ്രുവൻസ് ആണ്. അതിൽ എമ്പതി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവാണ്. അതായത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ആളുടെ ഒരു അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ദാറ്റ് ഈസ് എമ്പത്തി. അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പ് വന്നിരിക്കുന്നത് എങ്ങനെയുള്ള മനുഷ്യനാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അവരായിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ പ്രിജുഡിസുകളോ സ്റ്റീരിയോ ടൈപ്പുകളോ പ്രീ ജഡ്ജ്മെന്റുകളോ ഒന്നും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. ദെൻ കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജെനുവിൻ ആണ്. നമ്മൾ ജെനുവിൻ ആയിട്ട് അവരെ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ്. സോ ദീസ് ആർ ദ 3 കോർ കണ്ടീഷൻസ് പ്രപ്പോസ്ഡ് ബൈ കാൾ റോഗേഴ്സ് ഇൻ പേഴ്സൺ സെന്റേർഡ് തെറാപ്പി അല്ലെങ്കിൽ ക്ലയന്റ് സെന്റേർഡ് തെറാപ്പി. ഇപ്പൊ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ് ആക്ച്വലി, പക്ഷെ അത് റോഗർ പറഞ്ഞിട്ടുള്ള കോർ കണ്ടീഷൻ അല്ല. റിഫ്ലക്ഷൻ ഇൻ ദ സെൻസ് നമ്മളിപ്പോ ഒരു തെറാപ്പി കണ്ടക്ട് ചെയ്യാന്നിരിക്കട്ടെ. തെറാപ്പിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ക്ലയൻറ്റ് ഭയങ്കര വിഷമമുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മുഖത്തിൽ വിഷമം ഉള്ളതുപോലെ വെക്കാം. അല്ലെങ്കിൽ അവർ പറയുകയാണ് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ റിഫ്ലക്ഷൻ, ആസ് പാർട്ട് ഓഫ് റിഫ്ലക്ഷൻ നമുക്ക് എന്തെങ്കിലും തിരിച്ച് ചോദിക്കാം, അതേല്ലേ ഭയങ്കര സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു അത് അല്ലേ എന്ന് ചോദിക്കാം. ദാറ്റ് ഈസ് റിഫ്ലക്ഷൻ. നമ്മൾ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കുള്ള ഇമോഷൻസ് നമ്മൾ ഒന്നെങ്കിൽ ത്രൂ ഫേഷ്യൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ത്രൂ വേർഡ്സ് നമ്മൾ തിരിച്ച് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ വിത്ത് റെഫറൻസ് ടു അഷ്ടാംഗ യോഗസൂത്ര? അഷ്ടാംഗ യാഗസൂത്ര ആണ്, നോട്ട് യോഗസൂത്ര. അഷ്ടാംഗ യോഗസൂത്ര വേറെ ഉണ്ട്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ വിത്ത് റെഫറൻസ് ടു അഷ്ടാംഗ യാഗസൂത്ര? ഒന്ന്, എ ധാരണ ഈസ് ദ ലാസ്റ്റ് ലിംബ് ഓർ സ്റ്റേജ്. The first 5 limbs or stages are preparatory stage
ആൻഡ് സി ദ പ്രാക്ടീസ് ഓഫ് ലാസ്റ്റ് 3 stages reduces cognitive distraction, and D EMR refers to sensory withdrawal. അപ്പം നിങ്ങൾക്കറിയാം ഈ പറയുന്ന 8 ലിംസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിൽ നിന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു എമർജൻസ് ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എമർജൻസ് ഓഫ് സൈക്കോളജിയിൽ നിന്ന് പൊതുവേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അഷ്ടാംഗ യോഗസൂത്രം അല്ലെങ്കിൽ ഈ പറയുന്ന 8 ലിംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കി വരാം. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധാന്യ, സമാധി. അപ്പം ഇതാണ് സ്റ്റേജസ് എന്ന് പറയുന്നത്, 8 ലിംസ് എന്ന് പറയുന്നത്. യമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറൽ ഡിസിപ്ലിൻസ് ആണ്. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ് ഏതെന്ന് പറയുന്നത് യമ എന്ന് പറയുന്നത്. നിയമ എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഡിസിപ്ലിൻ ആണ്, നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ നമ്മളെ തന്നെ കൊണ്ടുവരേണ്ടതാണ് നിയമ എന്ന് പറയുന്നത്. അപ്പൊ യമ എന്ന് പറയുന്നത് എന്താണ്? ഈസ് മോറൽ ഡിസിപ്ലിൻ ആണെങ്കിൽ നിയമ എന്ന് പറയുന്നത് പേഴ്സണൽ ഡിസിപ്ലിൻ ആണ്. ആസന ഈസ് പോസ്റ്റേഴ്സ്, പ്രാണായാമ ഈസ് ബ്രീത്തിങ് എക്സസൈസ് അല്ലെങ്കിൽ ബ്രീത്തിങ് ആണ് പ്രാണായാമ. പ്രത്യാഹാര എന്ന് പറയുമ്പോൾ സെൻസറി വിഡ്രോവൽ. ധരണ ഈസ് കോൺസെൻട്രേഷൻ. ധ്യാനിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല, അത് തന്നെയാണ് മെഡിറ്റേഷൻ. സമാധി ഈസ് അബ്സോർപ്ഷൻ. അപ്പോൾ ഈ സ്റ്റേജസ് ആക്ച്വലി ഇതിൻ്റെയൊക്കെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഒരു അസേർഷൻ റീസൺ ടൈപ്പിലും ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമതെന്ന് പറയുന്നത് ധരണ ഈസ് ദ ലാസ്റ്റ് ലിംബ് ഓർ സ്റ്റേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ധരണ ഈസ് ദ ലാസ്റ്റ് ലിംബ് ഓർ സ്റ്റേജ്. കറക്റ്റ് ആണോ? നമ്മൾ ഓൾറെഡി 8 ലിംബ് പഠിച്ചു. അപ്പോൾ ആയിരുന്നോ? അല്ല, ഉറപ്പാണല്ലേ. സമാധിയാണ് ലാസ്റ്റ് ലിംബ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റി. ദെൻ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? ദ ഫസ്റ്റ് 5 limb stages ആർ പ്രിപ്പറേറ്ററി സ്റ്റേജ്. ആക്ച്വലി അത് കറക്റ്റ് ആണ്. ആദ്യത്തെ യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര എന്നൊക്കെ പറയുന്ന ആദ്യത്തെ 5 സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രിപ്പറേറ്ററി ഫേസ് ആണ്. നമ്മളെ ഒരു എന്താ പറയുക, നമ്മൾ പറയുന്നത് ഒരു കൊഗ്നിറ്റീവ്ലി നമ്മളെ കുറച്ചും കൂടി എംപവേർഡ് ആക്കുന്ന, എൻഹാൻസ് ചെയ്യുന്ന 5 ഫസ്റ്റ് സ്റ്റേജസ്. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. And C is the practice of last 3 stages reduces cognitive distraction. ഒന്ന് ചിന്തിച്ചു നോക്കൂ. യമ, നിയമ, പ്രാണായാമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധാന്യ, സമാധി. അപ്പൊ ധാരണ, ധാന്യ, സമാധിയാണ്. സമാധി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ സമാധിയായി. ധ്യാന എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അബൌട്ട് കോൺസെൻട്രേഷൻ അല്ലേ. ധ്യാന എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് അബൌട്ട് കോൺസെൻട്രേഷൻ എന്നുള്ളതാണ്. ധ്യാന ഈസ് മെഡിറ്റേഷൻ, ധരണ ഈസ് അബൌട്ട് കോൺസെൻട്രേഷൻ. ജസ്റ്റ് ഒന്ന് തിരിഞ്ഞിട്ടുണ്ട്. ധരണ ഈസ് അബൌട്ട് കോൺസെൻട്രേഷൻ ആൻഡ് ധ്യാന ഈസ് അബൌട്ട് മെഡിറ്റേഷൻ. അപ്പം ഈ 3 സ്റ്റേജസ് എന്ന് പറയുന്നത് കൊഗ്നിറ്റീവ് ഡിസ്ട്രോഷൻസ് അല്ലെങ്കിൽ പറയുന്ന കൊഗ്നിറ്റീവ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും നമുക്ക് വരാതെ നമ്മുടെ കോൺസെൻട്രേഷൻ അങ്ങോട്ട് തന്നെ എന്ത് ചെയ്യാൻ, റൂട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ആ ലാസ്റ്റിലെ 3 സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആൻഡ് സി ഏകദേശം കറക്റ്റാണ്, നമുക്ക് മനസ്സിലായി. ആൻഡ് ഡി ഇസ് EMR refers to sensory withdrawal. ആണോ? യമ ആണോ? അല്ല, പ്രത്യാഹാരയാണ്. യമയല്ല, പ്രത്യാഹാരയാണ്. യമ, നിയമ, ആസനയാണ്. യമ എന്ന് പറയുന്ന മോറൽ ഡിസിപ്ലിൻസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഓപ്ഷൻ ഡിയും തെറ്റി. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആൻഡ് സി. രണ്ടാമത്തതാണ് കറക്റ്റ് ഉത്തരം വരിക. ഈ ഒരു സാധനം കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 8 ലിംസ് എന്ന് പറയുന്നത്. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധാന്യ, സമാധി. അതിൽ ധ്യാന എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനും ധാരണ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷനും ആണ്. പലർക്കും തിരിഞ്ഞു പോകുന്നതാണ്. ഈവൻ ദോ എനിക്കും ചില സമയത്തൊക്കെ തിരിഞ്ഞു പോകാറുണ്ട്. ധാരണ ആൻഡ് ധ്യാന, ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ആൻഡ് മെഡിറ്റേഷൻ. ആ ഒരു വ്യത്യാസം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അറേഞ്ച് ദ ഫോളോയിങ് അക്കോർഡിംഗ് ടു പിയാഷെസ് തിയറി. പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. അതിനെ ഓർഡർ ആക്കുക എന്നുള്ളതാണ്. എ എന്ന് പറയുന്നത് എന്താണ്? നോളജ് ദാറ്റ് ആൻ ഒബ്ജക്റ്റ് എക്സിസ്റ്റ് ഈവൻ വെൻ ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ സൈറ്റ്. കാണാൻ പറ്റുന്നില്ലെങ്കിലും ഒരു ഒബ്ജക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരാളുടെ, കുട്ടിയുടെ നോളജ് എന്താണ്? ആ ടേം നിങ്ങളെല്ലാം മനസ്സിൽ വിചാരിക്കുക. നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന ഫിനോമിനയുടെ പേര്. ആൻഡ് ബി എന്ന് പറയുന്നത് എന്താണ്? ദ ഒബ്ജക്ട് റിമൈൻസ് സെയിം വെൻ ദർ ഈസ് എ സൂപ്പർഫിഷ്യൽ ചേഞ്ചസ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൽ ചേഞ്ച് ഉണ്ടെങ്കിലും ആ ഒബ്ജക്റ്റ് തന്നെയാണ് അവിടെ ഉള്ളതെന്നുള്ളത് നമ്മുടെ ബോധം. ആൻഡ് സി തിങ്കിങ് അബൌട്ട് പോസിബിലിറ്റീസ് ആൻഡ് ഈവൻ ഇമ്പോസിബിലിറ്റീസ്. അതും നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉള്ളൊരു കോൺസെപ്റ്റ് ആണ്. ആൻഡ് ഡി ഈസ്
ask questions and explore their surrounding without relying on senses and motor skills relying. അതായത് കുറച്ചും കൂടി ഒരു എക്സ്പ്ലോറേറ്ററി ബിഹേവിയറിലേക്ക് വരികയാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു പിയാഷെ ഇത് ഓർഡർ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി വരാം. സ്റ്റേജസ് എന്ന് പറയുന്നതിൽ ഒന്നാമതാണ് സെൻസറി മോട്ടോ സ്റ്റേജ്. ഒരു കുഞ്ഞ് ജനിച്ച് 2 വർഷത്തെ ഒരു കാലയളവിലുള്ളതാണ് സെൻസറി മോട്ടോ സ്റ്റേജ്. ഈ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒബ്ജക്റ്റീവ് പെർമനൻസ്. കണ്ണുകൊണ്ട് സാധനം ഇപ്പോൾ കാണാൻ പറ്റുന്നില്ലെങ്കിലും ദാറ്റ് എക്സിസ്റ്റൻസ് സമ്മവെയർ. ഇപ്പം അമ്മ ജോലിക്ക് പോയാലും അമ്മ തിരിച്ചു വരും എന്നുള്ള കുട്ടിയുടെ ഒരു അറിവാണ് എന്തെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് പെർമനൻസ് എന്ന് പറയുന്നത്. സോ ഒബ്ജക്റ്റ് എക്സിസ്റ്റ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് അൺസീൻ എന്നുള്ളതാണ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് പെർമനൻസ്. ആൻഡ് പ്രീ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിന് 2 വയസ്സ് തൊട്ടിട്ട് 7 വയസ്സ് വരെയുള്ള സമയമാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ചോദിക്കും, വേൾഡിനെ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യും. അത് നമുക്കറിയാം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫിനോമിനയാണ് സിംബോളിക് റെപ്രസെൻറ്റേഷൻസ് അല്ലേ. അതായത് സിംബോളിക്കലി എല്ലാ കാര്യങ്ങളെയും റെപ്രസെൻറ്റ് ചെയ്യുക. ഈ ചുമരുമേൽ ക്രയോൺസ് വെച്ചിട്ട് വരയ്ക്കുക, ഇതൊക്കെ കാണിക്കുന്ന ഈ പറയുന്ന സിംബോളിക് റെപ്രസെൻറ്റേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്താണ്? കുട്ടികൾ വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ അടുത്ത സ്റ്റേജ് ഏതാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ദാറ്റ് ഈസ് ഫ്രം 7 to 11 ഇയേഴ്സിൽ വരുന്നതാണ്. ഈ സമയത്ത് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? കൺസർവേഷൻ, അതായത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഈ സാധനം തന്നെയാണ് അത് എന്നുള്ള കുട്ടികളുടെ ഒരു അറിവാണ് ഇന്നെന്ന് പറയുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലുള്ളത്. ഇപ്പോൾ 2 ഗ്ലാസ്സിലായിട്ട് വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവും 2 ഗ്ലാസ്സിലും വെള്ളം തുല്യമാണ്. കൺസർവേറ്റീവ് ആയിട്ട് കുഞ്ഞിന് എന്ത് ചെയ്യും? കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരു ടൈം പീരീഡ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. ആൻഡ് ഫൈനലി ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലേക്ക് എത്തിക്കുമ്പോൾ നമ്മളെപ്പോലുള്ള അഡൽട്സുകൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതേപോലെ കുഞ്ഞുങ്ങളും ചിന്തിച്ചു തുടങ്ങും. ദാറ്റ് അബ്സ്ട്രാക്ട് തിങ്കിങ്, ഹൈപ്പോതെറ്റിക്കൽ റീസണിങ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി സ്റ്റേജസിലേക്ക് പോവുകയാണെങ്കിൽ സെൻസറി മോട്ടോർ സ്റ്റേജിൽ ഒബ്ജക്റ്റീവ് പെർമനൻസ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ കുട്ടികൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും സിംബോളിക്കലി കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുകയൊക്കെ തുടങ്ങുന്നത്. ദെൻ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ കൺസർവേഷൻ, കാര്യങ്ങളെ കുറച്ചും കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കുക, അതിൽ ചേഞ്ചസ് ഉണ്ടായാലും സാധനങ്ങൾ ഒന്നാണ് മനസ്സിലാക്കുക, ഇതൊക്കെ വരുന്നതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ദെൻ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അഡൽട്സിനെയൊക്കെ പോലെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാനും ഡിസിഷൻ മേക്ക് ചെയ്യാനും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നതാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എ, ഡി, ബി, സി എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് എ എന്ന് പറയുന്നത്? നോളജ് ദാറ്റ് ആൻ ഒബ്ജക്റ്റ് എക്സിസ്റ്റ് ഈവൻ വെൻ ഇറ്റ് ഈസ് നോട്ട് ഇൻ സൈറ്റ്, ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് പെർമനൻസ്. ദെൻ ആൻസറുള്ള അടുത്ത വരുന്ന ഏതായിരുന്നു? ഡി ആണ്. അപ്പോൾ ഡി എന്താണ്? ഡി എന്ന് പറയുന്നത് ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് എക്സ്പ്ലോർ ദെയർ സറൗണ്ടിങ്സ് വിത്തൗട്ട് റിലേയിങ്. എക്സ്പ്ലോർ ചെയ്യുക, വേൾഡിനെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്നത്, ദാറ്റ് ഈസ് എ, ഡി. ദെൻ ബി, the object remains same when there is a superficial change of the object. നമ്മൾ നേരത്തെ പറഞ്ഞു കൺസർവേറ്റീവ് ആണ് കാര്യങ്ങൾ. ആൻഡ് ഫൈനലി സി. അപ്പോൾ ഇതാണ് 62ാമത്തെ ക്വസ്റ്റ്യൻ പിയാഷെയുടെ സ്റ്റേജസിൽ നിന്നാണ്. ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്, ലൈക്ക് കോൾബർഗിൻ്റെ സ്റ്റേജ്, പിയാഷെയുടെ സ്റ്റേജ്. അപ്പോൾ ഇതിലേക്കൊക്കെ എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.